ഹലോ, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോവാം എൻ്റെ ഫ്രണ്ട്സിനോടൊത്ത്. ഇത് ഐശ്വര്യ, ഇത് അശ്വതി കോഴിക്കോട് വന്ന് നിന്നായിരുന്നു. അപ്പം നമ്മൾ മീറ്റ് ചെയ്തു. ആദ്യം തന്നെ ഫുഡടി, ആദ്യം തന്നെ ഒരു ചായയും കുടിച്ച് നമ്മൾ നേരെ പോയത് ഗോകുലം മാളിലേക്കാണ്. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. നമ്മളിത് കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. കാരണം എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടണം എന്നുള്ള. ഇനിയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ഈ പോക്ക് നടക്കൂല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ 3 പേരും മാത്രം പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇത് പറഞ്ഞെടുപ്പിച്ചതാണെന്ന് ആർക്കും മനസ്സിലാവില്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം നമ്മളൊരു ചായ കുടിച്ചു. ഇവിടെ കണ്ടോ, പഴയ നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ പോലത്തെ, അതിൻ്റെ മെനു കാർട്ടായിരുന്നു ഹൈലൈറ്റ്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു പഴമയിലേക്ക് പോകുന്നത് പോലെ. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഒരു ബാൽക്കണി പോലെ പുറത്തൊരു ഇതുണ്ടായിരുന്നു, അവിടെ പോയിരുന്ന് കുറേ നേരം സംസാരിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു. കാരണം നമ്മൾ കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. ട്രിപ്പ് എന്നൊന്നും പറഞ്ഞുകൂടാ, നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാണുക, ഏതെങ്കിലും കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കാണുക എന്നല്ലാണ്ട് നമ്മളിങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ കുട്ടികളും എല്ലാമായി നമ്മൾ ഭയങ്കര ബിസി അല്ലേ. അതിനുശേഷം നമ്മൾ നേരെ പോയത് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാനാണ്. പക്ഷേ ഇത് ബീച്ചിലുള്ള ഈ ഹോട്ടലിലേക്കല്ല നമ്മൾ പോയിട്ടുള്ള. ഐശ്വര്യ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെ നമ്മളെ പ്ലാനറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കുറ്റിച്ചിറ ബിരിയാണീൻ്റെ ഒരു ഹോട്ടൽ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ പോയി നല്ല അടിപൊളി ബിരിയാണി എല്ലാം കഴിച്ച് നമ്മൾ പിന്നെ SM സ്ട്രീറ്റിലൊന്ന് തെണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ SM സ്ട്രീറ്റിലെത്തിയപാട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്, നല്ല വെയിലായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ പോകുന്നതായതുകൊണ്ട് നല്ലൊരു സുഖം. ഞാനും അശ്വതിയും നമ്മുടെ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമായത് SM സ്ട്രീറ്റ്. SM സ്ട്രീറ്റിൽ പോയിട്ടേ നമ്മൾ അതിലൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോകും. നമ്മൾ കുറേ സമയം ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കളിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി, ബാഗ് വാങ്ങി, പിന്നെ ഹൽവ വാങ്ങി, അങ്ങനെ കുറച്ച് സാധനമെല്ലാം വാങ്ങി. പിന്നെ നമ്മളൊരു നാരങ്ങ സോഡയും കുടിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അശ്വതിക്ക് അങ്ങ് കണ്ണൂർ എത്തണം. ഐശ്വര്യനെ പിന്നെ കല്യാണം കഴിച്ചത് മേപ്പയൂർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും മേപ്പയൂരേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി, സീറ്റൊന്നും കിട്ടിയിട്ടില്ല, നല്ല തിരക്കേനു. ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളവും വാങ്ങി കുടിച്ച് നമ്മളങ്ങനെ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടിയിൽ നിന്ന് നമ്മൾ ബസ്സിനാണ് മേപ്പയൂരേക്ക് പോകുന്നത്. അശ്വതി നേരിട്ട് കണ്ണൂരേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴയ ഓർമ്മകളൊക്കെ ഈ ബസ്സിലേക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്, കോളേജ് കാലഘട്ടങ്ങളൊക്കെ. അപ്പോൾ മേപ്പയൂർ എത്തിയപ്പോൾ അനിയൻ വന്നു. ഞാൻ അവൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോയി, അവളെ വീട്ടിലേക്കും പോയി.